ഇപ്പോൾ 1.5 വർഷത്തോളം ആണ് അതിൻ്റെ ആ ശൈശവദശയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകാനാണെങ്കിൽ നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് വിളിച്ചാലോ ഒരു ഇത് വിളിച്ചാലോ പലർക്കും വരാനായിട്ടുള്ള നമ്മളൊരു കച്ചവടത്തിനാണെങ്കിൽ പോലും നമ്മൾ കിലോമീറ്റർ സഞ്ചരിക്കും. പക്ഷേ ജില്ലയ്ക്ക് ഒരു ഓഫീസ് വേണം. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഓഫീസർ റൂം 2 പേർക്ക് 3-4 പേർക്ക് വന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി. അപ്പം ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വവും അതിൻ്റെതായ പവറും ഉണ്ട്. ഐബിയുടെ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഇതിനകത്ത് പെടും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്ന് ആ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കണം നമ്മൾ ചെയ്യാം. ബാക്കി അത് വേറെ നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട്. പ്രാസംഗികനാണ്, സിനിമ സംവിധായകനാണ്, സിനിമ എഴുതുന്ന ആളാണ്. അതുകൂടാതെ നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സാബു റീസിനെയും ശ്രീ ട്രഷറർ ശ്രീ നിഷിലിനെയും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടുകൂടി ഈ എറണാകുളം ഡിസ്ട്രിക്ട് സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി പേരിലും ഈ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നിങ്ങൾക്ക് ഈ ഇതിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം. നമ്മളൊരു സ്നേഹോപഹാരം അതുപോലെ എല്ലാ ജില്ലക്കാരും പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പോയ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയുമ്പോൾ അദ്ദേഹങ്ങളൊക്കെ അപ്പോൾ ഒന്ന് നമുക്ക് വേണ്ടി സംസാരിക്കണം. ഞങ്ങൾ കുറച്ച് തീരുമാനങ്ങൾ മുൻപിൽ വെക്കുന്നുണ്ട്, സ്റ്റേറ്റിന് മുമ്പിൽ വെക്കുന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ച് തരണമെന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം പങ്കെടുക്കുന്നവരാരൊക്കെയാ? ഇത്രയും പേര് ഒരു കൈയടി എടുത്തവരെ. ഇതിന്റെ 3 ഘട്ടങ്ങളായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നതിന്. 1ാം ഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടം കഴിഞ്ഞു, ഇത് 3ാം ഘട്ടമാണ്. 3ാം ഘട്ടത്തിലാണ് ഇത്രയും ആളുകൾ. ഇതെനിക്ക് തോന്നുന്നു ഈ ഹോളിൽ ഇതായിരിക്കും ഏറ്റവും കൂടിയ ആളുകൾ. ഈ 3 പേര് ആരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ചേട്ടാ. എന്റെ പേര് ബിജു മജീദ് എന്നാണ്. ഞാനിപ്പോ എറണാകുളം ജില്ലയുടെ പ്രസിഡന്റാണ്. എല്ലാവരുടെയും പിന്തുണ വേണം. എൻ്റെ പേര് ഫ്രാൻസിസ് പോൾ വളാക്കണി. ഞാൻ ഐബിയുടെ എറണാകുളം ജില്ല തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി അല്ല, എന്നെ അവരോധിച്ചതാണ്. പക്ഷേ എൻ്റെ പ്രവർത്തനം എല്ലാവർക്കും തൃപ്തികരമാണെന്ന് തോന്നുന്നു. ഇനി നിങ്ങളെന്തെങ്കിലും സജഷൻ പറഞ്ഞാൽ അതനുസരിച്ച് ഉയരാം. ഇനി തനിച്ചല്ല എന്നുള്ള മുദ്രാവാക്യമാണ് നമുക്ക് ഉള്ളത്. എൻ്റെ പേര് ശ്രീജി എന്നാണ്, സ്ഥലം കാക്കനാടാണ്. ഐബിയുടെ എറണാകുളം ജില്ലാ ട്രഷറാണ്. പോകുന്ന 26 നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാവരും എറണാകുളത്തിൽ നിന്ന് മാക്സിമം നമ്മൾ ആൾക്കാർ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എറണാകുളം ജില്ല എന്ന് പറയുമ്പോൾ അവിടെ ശക്തനായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അതായത് ബിജു മജീദ്, ഫ്രാൻസിയേട്ടൻ, IBA ഒരു പ്രാബല്യത്തിൽ വന്നിട്ട് ഇപ്പൊ ശരിക്കും ഇത് 3ാം വർഷം തുടങ്ങി. ഈ 2 വർഷ കാലയളവില് എന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ 2ാം തീയതി മുതൽ 15ാം തീയതി വരെ ഈ ഭാരത് യാത്ര, ഡൽഹി യാത്ര, ഞാനൊരു യാത്ര ആരംഭിച്ചതാണ്. VIP കാരണം കഴിഞ്ഞ തവണയൊക്കെ ഞാൻ വരില്ല, എന്നെ പങ്കെടുപ്പിക്കണ്ട എന്ന് പറഞ്ഞ ആളുകളും ഇപ്പൊ അതേ അവർ തന്നെ ഞാനും പങ്കെടുക്കും, എന്നെ വിളിക്കുമോ എന്ന് പലരോട് ചോദിപ്പിക്കുന്നൊരവസ്ഥ. ഇപ്പൊ നമുക്ക് ബോബി ചെമ്മണ്ണൂരും VK കുഞ്ഞാലിക്കുട്ടി, KT ജലീലും, ഷാഫി പറമ്പിലും, ഫാദർ ഡേവിഡ് ചെറുമൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന 1 മണിക്കൂറോളം 3 മണി വരെ ഇരിക്കാൻ സമയമില്ലാത്തവരെ പോയി. ഇന്ന് ഒരൊറ്റ അക്കൗണ്ടേ 2 വർഷമായിട്ട് നമുക്കുള്ളൂ. സംസ്ഥാന കമ്മിറ്റിയുടെ ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ. അത് 14 ജില്ലകളിലേക്കും ആ അക്കൗണ്ട് നമ്മൾ കൊണ്ടുപോവുകയാണ്. ഓരോ ജില്ലയ്ക്കും ഒരു അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ഈ യാത്ര തന്നെ ആരംഭിച്ചത് ഓരോ ജില്ലയിലും ഞാൻ തിരഞ്ഞെടുത്ത ആളുകളായിരുന്നു. ഓരോ ജില്ലയിൽ യാത്ര സമയത്ത് അവിടുത്തെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ആളുകളെന്ന് തോന്നുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് നിർത്തിയിരുന്നു. ഇപ്പം ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് മാറ്റി കൊണ്ടുവന്നു. അപ്പോൾ ഓരോ ജില്ലയിലും അവിടുത്തെ 3 പേരായിരിക്കും അവിടുത്തെ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുക. അവരായിരിക്കും സിഗ്നേറ്ററി. അപ്പൊ ആ 14 ജില്ലയും ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എറണാകുളം ജില്ലയാണ്. കുറെ ആളുകൾക്ക് ഇന്നും 2 പേര് എന്റെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ തന്നെ റിമൂവ് ചെയ്യുന്നത്. ഇനിയും IBA എന്താണെന്നും ഈ സംഘടന എന്താണെന്നും അറിയാത്ത ആളുകൾ ഇതിൽ തുടരരുത്. ഇത് സ്പോൺസറിന് 30 ലക്ഷം എഴുതിയിരിക്കുന്നത്. മെയിൻ സ്പോൺസർക്ക് 30 ലക്ഷം, 20 ലക്ഷം, 10 ലക്ഷം.
സ്പോൺസേഴ്സ് 5 കേരളത്തിലെ ബിസിനസിനെ മുഴുവൻ വളർത്തുന്ന ഒരു ടീമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഈ ആളുകൾ, ഈ മീഡിയ ഏജന്റ് എന്ന് പറഞ്ഞ ആളുകൾ. അതിനകത്തേക്ക് ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ആൾക്ക് ഏറ്റവും മികച്ച ഒരു റീച്ച് കിട്ടുന്നത്. നിങ്ങൾക്കൊരു പ്രതിരൂപം അല്ലെങ്കിൽ ഒരു രൂപം വേണം കാണിച്ചു കൊടുക്കാൻ, പറയാൻ IBA എന്നൊരു സംഘടന ഉണ്ട് എന്ന് ജനങ്ങൾ അറിയണം. ജനങ്ങൾ അറിയുമ്പോൾ വിശ്വസിക്കാൻ ഇവരെ തമ്മിൽ പരിചയപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ ഇവര് നാളെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണും, അവര് തമ്മിൽ കച്ചവടം ചെയ്യും. നമ്മൾ തമ്മിൽ പരിചയപ്പെടുത്തി കൊടുത്തതായിരുന്നെങ്കിലോ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, എപ്പോഴും നമ്മൾ 3 പേരെയും കൊണ്ട് ഒരു ഇൻവെസ്റ്റർ എടുത്തോ ബയ്യർ എടുത്തോ പോയി ഇരിക്കുമ്പോൾ നമ്മൾ നമ്പറുകൾ കൈമാറാൻ മടിക്കരുത്. നമ്പറുകൾ കൈമാറിയാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത്, അത് ഒരുപാട് തെളിവുണ്ട്, ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ആ വീടിന്റെ സൈഡിൽ പോകുമ്പോൾ വീട് കച്ചവടമായത് ആരാ? പുറത്ത് നോക്കുമ്പോൾ ഉമ്മർത്ത് നോക്കുമ്പോൾ കസേരയിൽ പേപ്പർ വായിച്ച ഒരാളിരിപ്പുണ്ടാവും. ആരാ? ഞാൻ പണ്ട് അൻഷാദിനെ പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് ആ വീടിന് ഉമ്മർത്തിരിക്കുന്നത്. ഉടനെ നിങ്ങൾ അൻഷാദിനെ വിളിക്കും, അൻഷാദെ അന്ന് ഞാൻ നിന്നെ കാണിച്ചെന്ന് വീട്. ഓരോ ആളുകളെ സ്പോൺസേഴ്സിനെ കണ്ടെത്തുക. ഇത് നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും നമ്മുടെ അക്കൗണ്ട് ആയിക്കോട്ടെ, ഭരണ സംവിധാനങ്ങളായിക്കോട്ടെ, ബൈലോ ആയിക്കോട്ടെ, ഇതെല്ലാം ട്രാൻസ്പെറന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് സമയത്ത് വന്ന് ചോദിച്ചാലും ഇവിടെ ഓഫീസിൽ അത് അവൈലബിൾ ആയിരിക്കും. എന്താ ഓണാശംസ ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ബക്രീദ് ആയിക്കോട്ടെ, പെരുന്നാൾ ആയിക്കോട്ടെ, ഒരു ആശംസ ഗ്രൂപ്പുകളിലായിരിക്കും. കാരണം മറ്റൊരാൾക്ക് എപ്പോഴും അത് അരോചകരമായിരിക്കും. ഒരിക്കലും ഫോർവേഡ് വാണ്ടഡ് ഗ്രൂപ്പിലും സെല്ലിന്റെ ഗ്രൂപ്പിലും ഫോർവേഡ് ആയിട്ട് നമ്മുടെ IBAക്കകത്ത് ഫോർവേഡ് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ സ്വന്തമാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി ടൈപ്പ് ചെയ്ത് അതിനകത്തിടാം. അങ്ങനെ ഇട്ട് അതിന്റെ പിന്നാലെ നിരന്തരം ഓടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. നിങ്ങളൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IBAക്കകത്ത് ഒരു വിധത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഇല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള അതിക്രമങ്ങളോ അല്ലെങ്കിൽ അഴിമതി നടക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നാളെ നിങ്ങളെയൊക്കെ ഈ പറയുന്ന ആളുകൾ ഈ വരുത്ത വലിയ തമ്പരാക്കന്മാരായിട്ടുള്ള വിദേശവും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളൊന്നും ഒന്ന് അപ്പോയിന്റ്മെന്റ് എനിക്ക് തരണം, എനിക്ക് വിൽക്കാനുള്ളത് നിങ്ങൾ ഈ ഓഫീസുകളിൽ വന്ന് കയറുന്ന കാലം വിദൂരവുമല്ല. ഓരോ വിളിയും ഓരോ ഡാറ്റയാണ്, ഓരോ നമ്പറും നിങ്ങളുടെ ഡാറ്റയാണ്. ആ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ആ നമ്പറിനെ, ആ ഡാറ്റയെ പ്രയോജനപ്രദമാക്കി നമുക്ക് മാറ്റാൻ കഴിയുക, കൂടെ നിൽക്കുന്നവന് എങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. വളരെ ഗൗരവത്തോടുകൂടി ഒരു നല്ല അച്ചടക്കമുള്ള സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു പുതിയ ഒരു കച്ചവട രീതി IBAക്കകത്ത് ഉണ്ടായി വരേണ്ടതുണ്ട്. ശരിക്കും അത് തുടങ്ങിയിട്ടുണ്ട്, തീർച്ചയായും സ്വാഗതാർഹമാണ്. നമുക്ക് വളരെ നല്ല രീതിയിൽ ഉണ്ടായി വരേണ്ടതുകൊണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമുണ്ട്. ഒരു കാര്യം പറയുമ്പോൾ 99% ആൾക്കാർ പറയേണ്ട കാര്യങ്ങളെല്ലാം മറച്ചു പോകും. പറയേണ്ട കാര്യങ്ങളൊന്നും പറയില്ല, അത് പിന്നീട് പറയാൻ നോക്കും. പിന്നീട് പറയാനേ പറ്റാത്ത അവസ്ഥ വരും. പിന്നീട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ വലിയ കുഴപ്പമായി മാറും. ചിന്തയും ശാരീരികവും മാനസികവുമായ നല്ല സൗഖ്യം ഉണ്ടാവട്ടെ, വെൽനസ് ഉണ്ടാവട്ടെ, വെൽത്ത് ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആശംസകൾ. നമ്മളൊരു ശൈശവ ദിശയിലാണ്, എല്ലാം അതേപോലെ തന്നെ ആവണമെന്നില്ല. പക്ഷെ ഒരു റിപ്പോർട്ട് ഇത്ര നാൾ ഈ 1 വർഷം കൊണ്ട് എന്താണ് ചെയ്തത്, അതിന്റെ റിപ്പോർട്ട്, നമ്മൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ID കാണിച്ചുകൊണ്ട് സ്റ്റേഷനിൽ ഇപ്പൊ കച്ചവടത്തിന് 5 ലക്ഷം രൂപ ഓപ്പോസിറ്റ് വില പറഞ്ഞാൽ കുറച്ച് എനിക്ക് തന്നതാണ്. ഓൺലൈനിൽ നമുക്ക് ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു 15 days ആ ഒരു ടൈമിൽ എല്ലാവർക്കും കൂടെ ഒന്ന് കണ്ട് സംസാരിച്ച് പരസ്പരം എന്തെങ്കിലും കച്ചവട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടെ നമുക്ക് നമ്മുടെ പുതിയ ഭാരവാഹികൾ ഉണ്ടാക്കിയെടുത്താൽ അത് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. എറണാകുളത്തുനിന്ന് വണ്ടി സംവിധാനം ചെയ്യണ്ട, അതിന്റെ പൈസ പോകുന്നവര് ഇപ്പോഴാണ് പുള്ളി ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ട് മാറിയത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദരിക്കും. ഈ പറഞ്ഞ നമുക്ക് സമയമുണ്ടെങ്കിൽ സമയമില്ലായെങ്കിലും അദ്ദേഹത്തിന് അന്ന് ഇന്ന് തുടക്കം മുതൽ കൂടെയുള്ള ആളുകളാണ്. അപ്പൊ എല്ലാവരെയും ഓർക്കുന്നു, ധൈര്യമായിട്ട് നിങ്ങൾക്ക്, ഞാൻ നിങ്ങളുടെ പുറകിലാണുള്ളത്, നിങ്ങളുടെ മുമ്പിലല്ല. ഞാനല്ല, നമ്മൾ നമ്മൾ കാരണം പുറകിൽ നിന്ന് നയിക്കാനാണ് എനിക്കിഷ്ടം, മുമ്പിൽ നിന്ന് നയിക്കാനില്ല. പുറകിൽ നിന്ന് നോക്കി നിങ്ങൾ നല്ലോണമാണ് പോകുന്നതെന്ന് നോക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ എല്ലാ കാലവും IBA വളരെ ശക്തമായ ഒരു സംഘടനയായിട്ട് വളരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ഒരാള് 2 പേരെയും പരിചയപ്പെടുത്തുക. ഇത്രയും നല്ലൊരു വേദിയിൽ
ഇത്രയും നല്ലൊരു സ്ഥലം നമുക്ക് തന്ന ലൈഫ് ചേഞ്ച് ഫിറ്റ്നസിന്റെ സാബുചേട്ടനും ഇവിടുത്തെ നമുക്ക് ചായ കാര്യങ്ങളെല്ലാം തന്ന ഇതിന്റെ ആൾക്കാർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ ഈ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇത്രയും ആൾക്കാർ പങ്കെടുത്ത നിങ്ങളോട് ആണ് എനിക്ക് പേഴ്സണലി എനിക്ക് നന്ദി പറയാനുള്ളത്. ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് നമ്മളെ റോബിൻ സാറിനാണ്. റോബിൻ സാറിന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. കൂടാതെ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് സാബു, പിന്നെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബിജു, നമ്മുടെ സെക്രട്ടറി, പിന്നെ ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റുമാരെ അതിന് വേണ്ടിയിട്ട് ഒരു 2 ദിവസം കൊണ്ടാണ് ഈ മീറ്റിംഗ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മളെല്ലാം പെട്ടെന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റി വിളിച്ചത്. അപ്പോൾ അതിനെ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും ജില്ലയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം കൂടി പറയാണ്. 26-ാം തീയതി ഏപ്രിൽ 26-ാം തീയതി സംസ്ഥാന സമ്മേളനത്തിൽ ഇവിടെ കൊച്ചി സിറ്റിയിൽ പണി തീർന്നിരിക്കുന്ന ഈ ബിൽഡിംഗ് ഇപ്പോൾ 4.25 ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം ഒറ്റ പാർട്ടിക്ക് വാടക കൊടുത്തിരിക്കുന്നതാണ്. കൈക്കലാക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ല വാട്സപ്പ് ചെയ്യുക. ഇത് കലൂരിലുള്ള ഒരു 13 സെൻറ്റാണ്. മെയിൻ റോഡ് ഫ്രണ്ടേജാണ്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ്. ഇതുപോലെയുള്ള കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസോ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസോ വില്ലകളോ ഫ്ലാറ്റുകളോ റിസോർട്ട്സോ ഹോട്ടൽസോ വാങ്ങുവാനോ വിൽക്കുവാനുള്ളവർ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ജോൺ 9447640009. സീ ഡ്രീംസ് എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവർക്കോ അവരുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കായിരിക്കും ഇത് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു. സീ ഡ്രീംസ്.